ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ചേച്ചി സവാളയുടെ നീര് അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാമോ, അത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി നരയ്ക്കുമോ, പിന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസും അതുപോലെ കുറേ ഡൗട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള നീര് അതല്ലെങ്കിൽ ചെറിയ ഉള്ളി നീരൊക്കെ തലയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർ കെയറിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി നന്നാക്കിയതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെ മിക്സിയിലോ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള നീരിൻ്റെ കൂടെ ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ അതല്ലെങ്കിൽ അലോവേര ജെൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ചിലർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിലുള്ള സ്കിന്നിലായാൽ പോലും പെട്ടെന്ന് അലർജറ്റിക് റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സവാളയിലും ഉള്ളിലും എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൾഫർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇച്ച്നെസ് അല്ലെങ്കിൽ റെഡ്നെസ് അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് നല്ലതുപോലെ സ്കാൽപ്പിനെ കണ്ടീഷൻ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ മസ്റ്റായിട്ടും കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ അലോവേര ജെൽ ഇതിലേതെങ്കിലും ഒന്ന് ഒരു 1 സ്പൂൺ, ഇപ്പം നിങ്ങളൊരു 4 സ്പൂണാണ് സവാളയുടെ നീര് അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് എടുക്കുന്നതെങ്കിൽ അതിൽ മിനിമം ഒരു 1 സ്പൂൺ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കുള്ള സംശയമാണ്, സവാളയുടെ നീര് നമ്മൾ തലയിൽ പരത്തിയിട്ടുണ്ടെങ്കിൽ മുടി നരയ്ക്കുമോ എന്നുള്ളത്. ശരിക്കും അതൊരു എന്താ പറയുക തെറ്റിദ്ധാരണയാണ്. ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീമച്യൂർ ഗ്രേയിങ് ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് നര വരുന്ന ആ ഒരു ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന ചെയ്യാറുണ്ടല്ലോ, തലേന്ന് ഈ തേയില വെള്ളം അല്ലെങ്കിൽ കാപ്പി പൊടി ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ അതിലേക്ക് സവാള നീരും കൂടെ ചേർത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രീമച്യൂർ ഗ്രെയിങ്ങിന് ഉള്ള ഒരു അടിപൊളി ഒരു നാച്ചുറൽ ടിപ്സ് തന്നെയാണത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സവാള അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് തലവേദന അതുപോലെ അലർജറ്റിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ ഉപയോഗിക്കണം. ജ്യൂസ് നമ്മൾ സവാളയുടെ ജ്യൂസ് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ ഒക്കെ ജ്യൂസ് എടുക്കുമ്പോൾ ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ടത് യൂസ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല. നമ്മൾ അപ്പോൾ ആവശ്യത്തിനുള്ളത് അന്നേരം ഉണ്ടാക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. പിന്നെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം 1 hour ഒന്നും തലയിൽ വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സവാളയുടെ നീര് മാക്സിമം ഒരു 10 minutes വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് നല്ലതാണ്. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ, പണ്ടൊക്കെ നമ്മൾ എണ്ണ കാച്ചുമ്പോഴും ഇപ്പോഴും ഒക്കെ എണ്ണ കാച്ചുമ്പോൾ മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒന്നും ആരും ഡയറക്റ്റ് അത് തലയിൽ പരട്ടാറില്ല. അപ്പോൾ പരട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ്, ചെറിയ വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് ഇത് യൂസ്ഫുള്ളാണ്. കാരണം ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ഫ്രം സരിത.